ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് രാവിലെ മീനൊക്കെ വാങ്ങി മീൻ ക്ലീനൊക്കെ ആയിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പോൾ നമ്മുടെ പ്രവീണും മൃദുലയും കൂടെ മലേഷ്യ പോയ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്നു മോൾ കേട്ടോ. അപ്പോൾ കുറച്ച് അവിൽ മിൽക്ക് അടിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് അത് തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മീൻ നന്നാക്കുമ്പോൾ എനിക്ക് തരാമെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നപ്പോൾ എന്നാൽ രാവിലെ കൂടെ കൊണ്ടുവന്ന് വെക്കാന്ന് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ. അല്ലാതെ മീൻ നന്നാക്കുന്നോട്ട് വീഡിയോ കൊണ്ട് വെച്ചിരുന്ന് കാണുന്നതൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് മീൻ പൊരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഡിസൈനിലൊക്കെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. നിൽക്ക് എങ്ങോട്ടപ്പോൾ ഈ പോക്ക് എന്നിട്ടപ്പോൾ ചട്ടി ചോദിക്കണം. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊന്ന് മീൻ മറിച്ചിടാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പറ്റിയില്ല. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് നല്ല കുത്തിപ്പറിച്ച് തിരിച്ച് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നെത്തൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നെത്തൽ മീനല്ല, അപ്പോൾ അങ്ങനെ മത്തി വാങ്ങിച്ചു. ഇവിടെ കുട്ടികളധികം നെത്തലൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിയ മീനാണ് കേട്ടോ. ആദ്യമൊക്കെ 20-30 രൂപ കിലോ ഒക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇപ്പം 100 രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു കറിക്ക് പോലും തികയില്ല കേട്ടോ. അപ്പോൾ എച്ചിത്തരം എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ മീനിൽ നിന്ന് ഒരു 4-5 മീനെടുത്തിട്ട് കുറച്ച് അച്ചാറുണ്ടാക്കി നോക്കാച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനച്ചാറൊക്കെ നമ്മളെ വീട്ടിൽ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ തന്നിട്ടൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കി നോക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ എന്ത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കി 2 ദിവസം പിന്നെ 2-3 ദിവസമുള്ളൂ കേട്ടോ പിന്നെ കൂട്ടുള്ളൂ ഞാൻ. പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഒരു പുളിയും കാര്യങ്ങളും അങ്ങനെ പറ്റാത്തതുകൊണ്ട് കൂട്ടില്ല. പക്ഷെ അന്ന് ഈത്തപ്പഴവും പൈനാപ്പിളും അച്ചാറുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ തീരോളം കൂട്ടി. അപ്പം മീൻ പൊരിച്ച ചട്ടിയിൽ തന്നെ ആ എണ്ണയൊക്കെ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ല മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ നല്ലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മീനിൽ ആദ്യമേ ഉപ്പിട്ടത് കാരണം പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഉലുവയും കടുകും പൊടിച്ചത് ഇടണമെന്നല്ല കേട്ടോ. ഞാൻ ഉലുവയും കടുകും താളിക്കുമ്പോൾ തന്നെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പം മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചും കൂടി സുർക്ക ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.